ശ്രദ്ധാപൂർവം ടെലിവിഷൻ സ്ക്രീനിലേക്ക് നോക്കിയിരുന്നത് സുരേഷ് ഗോപിയുടെ സത്യപ്രതിജ്ഞ കാണുവാൻ തന്നെയായിരുന്നു. അടുത്തത് ജോർജ് കുര്യൻ്റെ സത്യപ്രതിജ്ഞ, അതും നടക്കാൻ പോകുന്നു. അതും ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കേരളം. ഏതായാലും സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ക്യാബിനറ്റ് പദവി മലയാളികൾ പ്രതീക്ഷിച്ചിരുന്നു. സുരേഷ് ഗോപി അവിടെ BJPക്കും അതീതമായി വോട്ടുകൾ നേടി വന്ന് വിജയിച്ച ആൾ എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വിജയത്തെ വിലയിരുത്തുമ്പോൾ അങ്ങനെ കൂടി വിലയിരുത്തപ്പെടുന്നുണ്ട്. അത് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുമുണ്ട്. അദ്ദേഹം അരാഷ്ട്രീയ വോട്ടുകൾ എന്ന് പറയുമ്പോഴും അത് മറ്റ് പാർട്ടികളിൽ കൂടി നിന്ന് എത്തിയ വോട്ടുകൾ, അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ കാരണം, ജനസമിതി കാരണം കിട്ടിയ വോട്ടുകൾ കാരണം തന്നെയാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിജയിച്ചത്. ആ അർത്ഥത്തിൽ വളരെ നാളത്തെ ഒരു 5 കൊല്ലത്തിലധികം ഉള്ള സമയത്തെ പ്രവർത്തനം, തൃശ്ശൂർ മാത്രം കേന്ദ്രീകരിച്ച് നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമായാണ് അദ്ദേഹം അവിടെ വിജയിച്ചത്. ആദ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ്, പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇങ്ങനെ 2 തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾ. അതിനുശേഷമാണ് അദ്ദേഹം ഇപ്പോൾ 3ാമത് മത്സരിച്ച് തൃശ്ശൂർ എടുക്കും എന്ന് പറഞ്ഞ സുരേഷ് ഗോപി തൃശ്ശൂർ എടുത്ത് ഡൽഹിക്ക് പറന്നത്. പക്ഷേ ക്യാബിനറ്റ് പദവിയില്ല എന്നുള്ളത് ഏറെ നിരാശാകരം തന്നെയാണ് ഈ ഘട്ടത്തിൽ. അതെ, തൃശ്ശൂർ നെഞ്ചിലേറ്റിയ സുരേഷ് ഗോപി, തൃശ്ശൂറുകാർ നെഞ്ചിലേറ്റിയ സുരേഷ് ഗോപി അങ്ങനെ കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നു. കേന്ദ്ര സഹമന്ത്രിയായാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത്. ക്യാബിനറ്റ് റാങ്കില്ല. ഘടകകക്ഷികൾ ഈ സർക്കാരിൽ വളരെ നിർണായകമായ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അവർ പല ഘടകകക്ഷികൾ പ്രധാനപ്പെട്ട വകുപ്പുകൾ ചോദിക്കുമ്പോഴും BJP അതൊന്നും കൊടുത്തില്ല. സുപ്രധാന വകുപ്പുകൾ അവർ ഹോൾഡ് ചെയ്യുക തന്നെയായിരുന്നു ചെയ്തത്. പക്ഷേ അവർക്ക് ക്യാബിനറ്റ് പദവികൾ ഉണ്ട്. കേരളത്തിൽ നിന്ന് BJP ഇത്രയധികം കൊട്ടിഘോഷിച്ച് കേരളത്തിൽ അക്കൗണ്ട് തുറക്കുക, ഓപ്പറേഷൻ താമര പദ്ധതിയുമായൊക്കെ കേരളത്തിൽ വരുമ്പോഴും അവരുടെ പ്രധാന വാഗ്ദാനം ക്യാബിനറ്റ് പദവി ഉണ്ടാവുക എന്നത് തന്നെയായിരുന്നു. BJPയും സുരേഷ് ഗോപിയും വ്യക്തിപരമായി ആഗ്രഹിച്ചത് അത് തന്നെയാണ്. തൻ്റെ ഒരു പദവിയിലൂടെ, തൻ്റെ ഈ വിജയത്തിലൂടെ കേരളത്തിൽ എന്ന് മാത്രമല്ല തമിഴ്നാട്ടിലേക്കും തൻ്റെ ഒരു വിജയത്തിൻ്റെ ആരവം എത്തിക്കുക, ആ തരത്തിൽ ദക്ഷിണേന്ത്യ ആകെ BJPയുടെ വേരാഴ്ത്തുക തുടങ്ങിയ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ പദ്ധതികളെക്കുറിച്ചൊക്കെ അദ്ദേഹം സ്വപ്നം കാണുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു. നമ്മളോടുള്ള അഭിമുഖത്തിന് ചെന്നപ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം പങ്കുവച്ചത്. ഏതായാലും അത്തരത്തിൽ ഒരു പദവിയല്ല ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്, അതിനനുസരിച്ച ഒരു പദവിയല്ല എന്ന രാഷ്ട്രീയമായ വിമർശനം ഏതായാലും നേരിടേണ്ടി വരും BJP കേന്ദ്ര നേതൃത്വം എന്ന കാര്യം ഉറപ്പാണ്. ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു ഈ ക്യാബിനറ്റ് പദവി അത് എന്താണെങ്കിലും കേന്ദ്രം നൽകാൻ വേണ്ടി കാത്തു വച്ചിരുന്നതാണ്. അദ്ദേഹത്തിന്റെ എന്തൊക്കെയോ അനിഷ്ടങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എന്തൊക്കെയോ സൗകര്യങ്ങൾ മുൻനിർത്തി കേന്ദ്ര നേതൃത്വം സുരേഷ് ഗോപിക്ക് ഇങ്ങനെ ഒരു പദവി നൽകിയതാണെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. കാരണം സുരേഷ് ഗോപിയെ സംബന്ധിച്ച് കേന്ദ്ര നേതൃത്വത്തിന്റെ ഏറ്റവും അടുപ്പക്കാരനാണ് സുരേഷ് ഗോപി. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുത്തയാൾ സുരേഷ് ഗോപി. അമിത്ഷായുമായിട്ട് വളരെ അടുത്ത ബന്ധം, JP നദ്ദയുമായിട്ട് വളരെ അടുത്ത ബന്ധം, അങ്ങനെ കേന്ദ്ര നേതാക്കളുമായി ഏറ്റവും അടുത്ത. മാത്രമല്ല കഴിഞ്ഞ തവണത്തെ അദ്ദേഹത്തിന്റെ പ്രകടനങ്ങളൊക്കെ അത്രയും മികച്ചതായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ സ്വീകാര്യനാണ് കേന്ദ്ര നേതാക്കൾക്കെല്ലാം സുരേഷ് ഗോപി. പിന്നെ ഈ 75 വർഷത്തിന് ശേഷം അതിലെനിക്കൊരു യോജിപ്പുണ്ട്. ഒരു സിനിമാ പദ്ധതികൾക്ക് വേണ്ടി കേരളത്തിന്റെ മൊത്തം താല്പര്യത്തെ അങ്ങ് ബലി കഴിക്കുന്ന ഒരു ജനപ്രതിനിധിയാകും അദ്ദേഹം എന്ന് കരുതുവാൻ വയ്യ. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും ആ ഊർജത്തിൽ നിന്നും അതല്ല അന്ന് മനസ്സിലായതും. ഏതായാലും മഹേഷ് ചന്ദ്രൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. മഹേഷ്, സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവി ഇല്ല എന്നുള്ളത് സുരേഷ് ഗോപിക്ക് മാത്രമല്ല കേരളത്തിന് തന്നെ തിരിച്ചടിയാണ്, കേരള BJPക്ക് തിരിച്ചടിയാണ്. അങ്ങനെ വേണ്ടേ വിലയിരുത്താൻ? തീർച്ചയായിട്ടും ലക്ഷ്മി, എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ് സുരേഷ് ഗോപി മന്ത്രിസഭ സത്യം ചെയ്യുമ്പോൾ ക്യാബിനറ്റ് റാങ്കോട് കൂടിയായിരിക്കുമെന്നാണ്. കാരണം സഹമന്ത്രിമാർ ധാരാളം ഉണ്ടായിട്ടുണ്ട്, മുൻപും നമുക്ക് കേരളത്തിന് പ്രാതിനിധ്യമില്ലാത്ത കാലത്തും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം സുരേഷ് ഗോപി ലോക്സഭയിലേക്ക് വിജയിക്കുന്നു, മികച്ച ഭൂരിപക്ഷം ജയിക്കുന്നു. അങ്ങനെയുള്ള സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് റാങ്ക് നൽകുമെന്നാണ് പൊതുവെ പ്രതീക്ഷപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ആ പ്രതീക്ഷകളെ അസ്ഥാനത്താക്കിക്കൊണ്ടാണ് ഇപ്പോൾ സഹമന്ത്രി സ്ഥാനത്ത് മാത്രമാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹം മുൻപ് സൂചിപ്പിച്ച കുറച്ച് ബുദ്ധിമുട്ടുകൾ പറഞ്ഞിരുന്നത് സത്യമാണ്. പക്ഷേ അതുകൊണ്ട് ക്യാബിനറ്റ് റാങ്ക് വേണ്ട എന്ന് വെക്കാൻ മാത്രമുള്ള അത്തരം തീരുമാനത്തിലേക്ക് കേന്ദ്ര നേതൃത്വം പോകുന്നു കരുതാൻ വയ്യ. അദ്ദേഹം 10ഓളം സിനിമകൾ ചെയ്യുന്നുണ്ട്. 10 സിനിമകൾക്ക് വേണ്ടി അദ്ദേഹം ഡേറ്റ് കൊടുത്തിട്ടുണ്ട്.
5 കോടി മുതൽ 7 കോടി വരെയാണ് പ്രതിഫലം അദ്ദേഹം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത്തരത്തിലേക്കുള്ള ചില പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷേ ക്യാബിനറ്റ് റാങ്ക് എന്ന തരത്തിലേക്ക് വലിയ ഇത്രയും കൂടി വലിയ പദവി, രാജ്യത്തിന്റെ ക്യാബിനറ്റ് റാങ്കോട് കൂടിയ മന്ത്രിസ്ഥാനം എന്നുള്ള വലിയ പദവിയാണ്. ആ വലിയ പദവി ഈ സിനിമകൾക്ക് വേണ്ടി വേണമെങ്കിൽ ഉപേക്ഷിക്കാവുന്നതാണ് അദ്ദേഹത്തിന്. പക്ഷേ ഈ സിനിമകളുടെ പേരായാലും എന്തിനായാലും ഇപ്പൊ കേരളത്തിലെ BJP സംഘടനാ സംവിധാനത്തിന് കൂടി ഒരു തിരിച്ചടിയാണ് ഇത്തരത്തിൽ ഈ സ്ഥാനം, ഈ ക്യാബിനറ്റ് റാങ്ക് കിട്ടാതെ പോയിരിക്കുന്നത്. ലക്ഷ്മി. മഹേഷ്, ഇന്ന് രാവിലെ അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിലടക്കം കാലതാമസം, ആകെ അനിശ്ചിതത്വം. ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ ശ്രദ്ധ വെച്ചത് സുരേഷ് ഗോപിയുടെ വീട്ടിലേക്കായിരുന്നു. അദ്ദേഹം എപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും, എപ്പോൾ ഡൽഹിയിലേക്ക് പോകും, എപ്പോൾ വിമാനത്താവളത്തിലെത്തും, ഈ ചോദ്യങ്ങളായിരുന്നു ഇന്ന് ചാനലുകളിലെല്ലാം നിറഞ്ഞത്. നമ്മളടക്കം അതിനെക്കുറിച്ച് വിശദമായ ചോദ്യങ്ങൾ, ചർച്ചകളൊക്കെ നടത്തി. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് ഈ ക്യാബിനറ്റ് പദവി ലഭിച്ചില്ല എന്നുള്ള വാർത്തയോട് ചേർത്ത് വായിക്കണമോ ഈ രാവിലെ നടന്ന അനിശ്ചിതത്വങ്ങളെ? തീർച്ചയായിട്ടും ലക്ഷ്മി, അത്ര അനിശ്ചിതാവസ്ഥകൾക്ക് ഒരു ഉത്തരം കൂടിയാണിതെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം സുരേഷ് ഗോപി കേന്ദ്ര മന്ത്രിയെ സത്യവാൻ ചെയ്തില്ലെങ്കിലും, ചെയ്യുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും അദ്ദേഹം അവിടെ ഡൽഹിയിൽ നേരത്തെ തന്നെ എത്തേണ്ട ആളായിരുന്നു. കാരണം ഇന്ന് കേന്ദ്രമന്ത്രി സത്യവാൻ ചെയ്യുമ്പോൾ കേരളത്തിൽ നിന്നും ജയിച്ചിരിക്കുന്ന ലോക്സഭാ അംഗം എന്ന അദ്ദേഹം നേരത്തെ എത്തിച്ചേരേണ്ടതാണ്. 120ഓളം BJPയുടെ നേതാക്കൾ കേരളത്തിൽ നിന്നും ഡൽഹിയിൽ ഇന്നലെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന സാഹചര്യം കൂടി കൂട്ടി വായിക്കണം. അപ്പോൾ ഇവിടുന്ന് വിജയിച്ച ലോക്സഭാ MP അദ്ദേഹം തിരുവനന്തപുരത്ത് തന്റെ വീട്ടിലാണ് രാവിലെ ഒരു 11 മണി വരെ വീട്ടിലാണ് ചെലവഴിച്ചിരിക്കുന്നത്. 11:30 കൂടിയാണ് അദ്ദേഹം എയർപോർട്ടിലേക്ക് പോകുന്നത്, വിമാനം കയറുന്നത്. അവസാന നിമിഷത്താണ് അദ്ദേഹം യാത്രയ്ക്ക് തയ്യാറാവുന്നത്. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് വിവരമനുസരിച്ചാണെങ്കിൽ അപ്പോഴാണ് അദ്ദേഹം മോദി വിളിച്ചു എന്ന് പറയുന്ന സമയത്താണ് അദ്ദേഹം ഭാര്യയോടും ഭാര്യയുടെ അമ്മയോടും റെഡിയായി ഒപ്പം വരാൻ പറയുന്നതും. അപ്പോൾ എന്തൊക്കെയോ ചില സംഭവങ്ങൾ ഈ BJP നേതൃത്വവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഈ ക്യാബിനറ്റ് റാങ്കുമായി ബന്ധപ്പെട്ട്, കേന്ദ്രമന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം അനുമാനിക്കാൻ. ലക്ഷ്മി. എങ്കിലും ഒത്തിരി അഭ്യൂഹങ്ങളും ആകെ ഈ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ ഈ അഭ്യൂഹങ്ങൾ അല്ലെങ്കിൽ ആകാംക്ഷകൾ അവസാനിക്കുന്നില്ലല്ലോ ലക്ഷ്മി, അതിങ്ങനെ വീണ്ടും വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മറ്റൊരു കാര്യം കൂടി, ഏതായാലും മോദി കൊടുത്ത ഉറപ്പാണ് തൃശ്ശൂരുകാർക്ക്. അവർക്ക് ഇതിൽ രോഷമുണ്ടാകും എന്ന് തന്നെ വേണ്ട ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിലയിരുത്തേണ്ടത്. ഇക്കാര്യത്തില് തൃശ്ശൂരിന് അല്ലെങ്കിൽ കേരളത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും, ഒരു സഹമന്ത്രിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. കാരണം നിരവധി സഹമന്ത്രിമാർ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ചില സഹമന്ത്രിമാർക്ക് എന്താണ് കേന്ദ്രത്തിൽ നടക്കുന്നതെന്ന് പോലും കൃത്യമായി അറിവില്ലാത്തവർ സഹമന്ത്രിമാരായി ഇരുന്നിട്ടുണ്ട്. നമുക്കത് അനുഭവങ്ങൾ, വാർത്തകൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ അത്തരം ഒരു സഹമന്ത്രി ആയി മാത്രമായി ഒതുങ്ങാനുള്ള ഒരു പദവിയിലേക്കാണോ സുരേഷ് ഗോപിയെ തൃശ്ശൂർ വിജയിപ്പിച്ചത്, അല്ലെങ്കിൽ കേരളം മനസ്സുകൊണ്ട് അംഗീകരിച്ചത് എന്നത് ഒരു വലിയ ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ ബാധ്യസ്ഥരാകേണ്ടി വരും BJPയുടെ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ. കാരണം ഇത്ര അധികം വലിയ വലിയ ആവേശം തരത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോയത്. ആ കൊണ്ടുപോയിട്ട് പോലും ഒരു ക്യാബിനറ്റ് റാങ്ക് എന്നൊക്കെ കേരളത്തിന് കിട്ടിയേക്കും. അതായിരുന്നു വലിയ പ്രതീക്ഷ. അപ്പൊ BJPക്ക് സംഘടനാ തലത്തിൽ പിന്നെയും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മറ്റ് തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെയും മുന്നേറ്റം ഉണ്ടാക്കുമെന്നൊക്കെ ഇത് വലിയ പ്രധാന ഘടകമായിരുന്നു. എന്നിട്ട് പോലും ഇത്തരം ഒരു ക്യാബിനറ്റ് റാങ്ക് പ്രതീക്ഷ കിട്ടിയില്ല. ക്യാബിനറ്റ് റാങ്ക് കിട്ടുമെന്നുള്ള വാർത്തകൾക്ക്, അല്ലെങ്കിൽ ആ വാർത്ത ശരിയല്ലെന്ന് നേരത്തെ തൊട്ട് ഇവരാരും പറഞ്ഞിട്ടുമില്ല. അപ്പോൾ അവരെല്ലാം പ്രതീക്ഷിച്ചിരുന്നതാണ് ക്യാബിനറ്റ് റാങ്ക് കിട്ടുമെന്ന്. ആ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായ ഒരു തീരുമാനമാണ് ഉണ്ടായിരുന്നത്. അതിന്റെ കാരണങ്ങൾ ഇനി പുറത്തു വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ. ലക്ഷ്മി.